പശ്ചിമബംഗാളിലേറ്റ വലിയ തോൽവിയുടെ ഞെട്ടലിൽ നിന്നും ബി.ജെ.പി. ഇതുവരെ മോചിതരായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തോൽവിയാണ് ബി.ജെ.പിക്ക് കിട്ടിയത്. ശക്തി കേന്ദ്രങ്ങളിൽ ടി.എം.സി കടന്നു കയറി അടിച്ചതിന്റെ ക്ഷീണത്തിലാണ് ബി.ജെ.പി. നേരിട്ടുള്ള യുദ്ധത്തിൽ ടി.എം.സിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം ഇപ്പോൾ ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് മറ്റു വഴികൾ തേടുകയാണ് മുന്നിലുള്ള ഏക വഴിയെന്നും ബി.ജെ.പിക്ക് അറിയാം. അതുകൊണ്ടാണ് ബംഗാളിലെ ടി.എം.സി സർക്കാരിനെ പരമാവധി ബുദ്ധിമുട്ടിക്കാനുള്ള കൊട്ടേഷൻ ബി.ജെ.പി. ഗവർണർക്ക് തന്നെ നൽകിയിരിക്കുന്നത്. നേരത്തെ മുതൽക്കേ സർക്കാരുമായി ഗവർണർ ആനന്ദ ബോസ് അത്ര നല്ല ബന്ധത്തിലല്ല. ബി.ജെ.പി. ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ അതേ നടപടി തന്നെയാണ് ബംഗാളിലെ ഗവർണർക്കുമുള്ളത്. ഏറ്റവും ഒടുവിലായി ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച എം.എൽ.എമാരെ അയോഗ്യരാക്കാനുള്ള നീക്കമാണ് ആനന്ദബോസ് നടത്തുന്നത്. തൃണമൂലിലെ 2 നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഭരണഘടനാപരമായി ശരിയല്ല എന്ന് ആരോപിച്ച് ഗവർണർ വാളെടുത്തിരിക്കുകയാണ്. സയന്തിക ബാനർജി, റയാൻ ഹുസൈൻ സർക്കാർ എന്നീ എം.എൽ.എമാർക്ക് തിങ്കളാഴ്ച ഗവർണർ കത്തയച്ചിരിക്കുകയാണ്. ആ എം.എൽ.എമാർ നിയമസഭാ നടപടികൾ പങ്കെടുക്കുകയോ സഭയിൽ വോട്ട് ചെയ്യുകയോ ചെയ്താൽ പ്രതിദിനം 500 രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന വിചിത്ര ഉത്തരവാണ് ഗവർണർ പുറത്തെടുത്തിരിക്കുന്നത്. ജൂൺ 1 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട സയന്തിക ബാനർജിക്കും റയാൻ ഹുസൈൻ സർക്കാരിനും സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആശിഷ് ബാനർജിയെ ആയിരുന്നു താൻ ചുമതലപ്പെടുത്തിയതെന്നാണ് ഗവർണർ കത്തിൽ പറയുന്നത്. എന്നാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പശ്ചിമബംഗാൾ സ്പീക്കർ ബിമൻ ബാനർജിയാണ്. അതിന് സ്പീക്കർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇരു നിയമസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചട്ടപ്രകാരമല്ല എന്നാണ് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഇരു എം.എൽ.എമാരും സത്യപ്രതിജ്ഞ ഗവർണർ സർക്കാർ പോരിന് കാരണമായിരുന്നു. ഇരുവരും സത്യപ്രതിജ്ഞയ്ക്കായി രാജ്ഭവനിൽ പോകില്ല എന്നും നിയമസഭയിൽ വെച്ചായിരിക്കണം സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടതെന്നും നിലപാടെടുത്തതോടെയായിരുന്നു തർക്കം മുറുകിയത്. ഗവർണർ സി.വി. ആനന്ദ ബോസിനെതിരെ രാജ്ഭവനിലെ കരാർ ജീവനക്കാരി പരാതി നൽകിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സയന്തികയും റോഹത് ഹുസൈനും ആവശ്യവുമായി ഗവർണർക്ക് കത്തയച്ചത്. പിന്നീട് ജൂലൈ 5 നിയമസഭയിൽ വെച്ച് ചടങ്ങ് നടക്കുന്നത്. അന്നു തന്നെ ഗവർണർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സത്യപ്രതിജ്ഞയെ എതിർത്ത് കത്തും അയച്ചിരുന്നു. നിയമസഭാ സമ്മേളനം 10 ദിവസത്തേക്ക് ചേർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഗവർണർ എതിർപ്പറിയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 193 അനുച്ഛേദം ഉദ്ധരിച്ച ഗവർണർ പുതിയ എം.എൽ.എമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ ഡെപ്യൂട്ടി സ്പീക്കറെ നിയോഗിച്ചതിനാൽ സ്പീക്കർക്ക് അതിനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഗവർണറുടെ കത്ത് സ്പീക്കറിന് കൈമാറിയിട്ടുണ്ടെന്നും ഈ വിഷയം ഓഫീസ് പരിശോധിച്ചു വരികയാണെന്നും സയന്തികയും പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ സഭയിൽ നിന്നും വിലക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നിരിക്കെയാണ് വിലക്കുമായി ആനന്ദ ബോസ് രംഗത്തെത്തിയിരിക്കുന്നത്.